ഹായ് ഓൾ. ഇന്ന് നമ്മൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെക്ഷൻസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ ക്ലോക്ക് ആൻഡ് ടൈം ആണ് കേട്ടോ നോക്കുന്നത്. ക്ലോക്ക് ആൻഡ് ടൈം. ക്ലോക്ക് ആൻഡ് ടൈം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ റീസണിങ്ങിൽ വരുന്ന ആൾക്കാരാണ്. ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ അനലിറ്റിക്കൽ റീസണിങ്. അപ്പോൾ ബോത്ത് ഗേറ്റിനും CSIR നെറ്റിനും വേണ്ട രണ്ട് ടോപ്പിക്സാണിത്. രണ്ടു പേർക്കും സെയിമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്ലോക്ക് ആൻഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലോജിക്കൽ അല്ലെങ്കിൽ അനലിറ്റിക്കൽ റീസണിങ് എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്നും പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് കുറച്ച് മാത്സും കയറി വരുന്നുണ്ട്. ഫുൾ മാത്സ് അല്ലെങ്കിലും കുറച്ച് മാത്സ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും ക്ലോക്ക് ആൻഡ് ടൈം ക്വസ്റ്റ്യൻസിൽ വരുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അപ്പം അതിനൊക്കെ മുമ്പായിട്ട് നമുക്കൊരു ക്ലോക്ക് എന്താണെന്ന് ആക്ച്വലി പരിചയപ്പെടാം കേട്ടോ. നമുക്ക് ഓൾറെഡി അറിയാം ക്ലോക്ക് എന്താണെന്ന്. ഇപ്പം ഇതാണ് ഒരു ക്ലോക്ക് അല്ലേ. ക്ലോക്ക് എന്ന് പറയുന്നത് അതൊരു സർക്കുലറായിട്ടുള്ള രീതിയിലാണ് നമ്മൾ കൂടുതലും അതിനെ കൺസിഡർ ചെയ്യുക അല്ലേ. അപ്പോൾ അതിൽ ഈ ചെറിയ സൂചിനെ പറയുന്ന പേരെന്താ അറിയോ? ചെറിയ സൂചി, അതിനെ നമ്മൾ പറയുന്ന പേരാണ് അവർ ഹാൻഡ്. ഓക്കെ, ഇനിയും ഈ വലിയത് കണ്ടോ, കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി വലുതായിട്ടുള്ളത്, അതാണ് മിനിറ്റ് ഹാൻഡ്. ഇനി എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ആളുണ്ടല്ലോ നമ്മുടെ ക്ലോക്കിലും വാച്ചിലും ഒക്കെ, തണ്ട് ഈ ഒരാൾ, അതിനെ മിസ്സ് പറയണ പേര്, മിസ്സല്ല നമ്മളെല്ലാം പറയണ പേര് സെക്കൻഡ് ഹാൻഡ് അല്ലേ, സെക്കൻഡ്സ് ഹാൻഡ് എന്നുള്ളത്. അപ്പം 3 കൈകളാണ് ആക്ച്വലി ക്ലോക്കിനുള്ളത്. HMS, ദാറ്റ് ഈസ് അവർ, മിനിറ്റ് ആൻഡ് സെക്കൻഡ്സ് ഹാൻഡ്. ബിക്കോസ് ഇത് അറിയണം, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളത്. പിന്നെ ടൈമൊക്കെ നോക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമ്മളിവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇതാണ് മെയിനായിട്ട് അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ് ആൻഡ് സെക്കൻഡ് ഹാൻഡിനെ കുറിച്ചാണ് കൂടുതലും മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറഞ്ഞു ഒരു ക്ലോക്കിന് 12 ഹാൻഡ്സ് ആണ് ഒരു ക്ലോക്കിന് ഉണ്ടാവുക, 12 ഹാൻഡ്സ്. അതുപോലെ തന്നെ ക്ലോക്ക് നമ്മളൊരു സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. സർക്കിളായിട്ട് അതൊരു റൊട്ടേഷനാണ് ഇവിടെ നടക്കുക. അപ്പോൾ വൺസ് കംപ്ലീറ്റ് റൊട്ടേഷൻ നമുക്കറിയാം 360 ഡിഗ്രി എന്നാണ് നമ്മൾ പറയുക സർക്കിളിൻ്റെ. അപ്പോൾ അവിടെ നമുക്ക് ടോട്ടൽ 360 റെവല്യൂഷൻ അല്ലെങ്കിൽ 360 ആണ് അവിടുത്തെ ടോട്ടൽ. 12 ഹൗ മെനി ഹാൻഡ്സ് എ ക്ലോക്ക് ഹാവ് എന്ന് വെച്ചാൽ 12 ഹാൻഡാണ്. അതായത് 12 കൈകൾ ഉണ്ടെന്നല്ല, 12 അവേഴ്സായിട്ടാണ് നമ്മളതിനെ കാണിക്കുന്നത് അല്ലേ. 12 അവർ ആണല്ലോ ഒരു ക്ലോക്കിൽ കാണിക്കുക. നോർമലായിട്ടുള്ളൊരു ക്ലോക്കിൽ 12 അവർ ക്ലോക്ക് അല്ലേ. പിന്നെ റെയിൽവേയിലൊക്കെയാണ് നമ്മൾ 24 അവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ 12 അവർ ക്ലോക്കാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ ഇവർ കണ്ടുപിടിക്കാനായിട്ട് ഇത് ജസ്റ്റ് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, മുമ്പോട്ട് വരുമ്പോൾ ഇത് ക്ലിയർ ആവും കേട്ടോ. 360 ഡിഗ്രി, അതായത് ഫുൾ റൊട്ടേഷൻ ബൈ എത്ര അവറിലെയാണ് 360/12 എന്ന് പറയുന്നത് 30 ആംഗിൾ. അപ്പോൾ 30 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഒരു 12 അവർ ക്ലോക്കിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്, അപ്പോൾ അവർ ഹാൻഡിൻ്റെ ആംഗിൾ എന്ന് പറയുന്നതാണ് ശരിക്കും 30 ഡിഗ്രി എന്നൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. അവർ ഹാൻഡിൻ്റെ, അതായത് 12 അവർ ഹാൻഡിൻ്റെ ആംഗിളാണ് ശരിക്കും 30 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഓരോരോ അവർ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ മിനിറ്റ് ഹാൻഡ് എത്രയാണ് നമ്മൾ പറയുക? 60 മിനിറ്റ് എന്നുള്ള കൺസിഡറേഷൻ അല്ലെങ്കിൽ 60 ഡിവിഷൻ എന്നുള്ള കൺസിഡറേഷനാണ് പറയുന്നത്. അപ്പോൾ മിനിറ്റ് ഹാൻഡിൻ്റെ കണ്ടുപിടിക്കാൻ 12 അവേഴ്സ് വെച്ചിട്ടുള്ള മിനിറ്റ് ഹാൻഡിൻ്റെ കണ്ടുപിടിക്കാൻ നമ്മൾ 360/60 ആണ്. 60 മിനിറ്റ്സ് എന്നല്ലേ പറയാം, 1 അവർ ഈക്വൽ ടു. അപ്പോൾ 360/60 ചെയ്യുക, നോക്കിക്കേ. അപ്പം ഇതാണ് ആക്ച്വലി മിനിറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ 360/60 ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചും കൂടെ വിസിബിൾ അണ്ടർസ്റ്റാൻഡ് ആവാൻ വേണ്ടിയാണ് ഞാനിത് കൊണ്ടുവന്നത്. പക്ഷെ ഇത് ക്ലിയർ ആണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഏതായാലും നമുക്ക് നോക്കാം. ഞാൻ വായിക്കാം കേട്ടോ. അതായത് നമുക്ക് ക്ലോക്കിനെ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതായത് ആദ്യം പറയുന്നത് ഒരു ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സർക്കിളാണ്. അല്ലെങ്കിൽ ഈ ക്ലോക്ക് ഈസ് എ സർക്കിൾ ഹാസ് 360 ഡിഗ്രി. ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സർക്കിളാണ്, അതിന് 360 ഡിഗ്രിയാണ് അതിൻ്റെ ഫുൾ കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. There are 12 hour on the clock face, 60 minute in one full round. അതായത് ക്ലോക്കിൻ്റെ ഫേസിലാകെ 12 മണിക്കൂറാണ് കാണിക്കുന്നത്, 60 മിനിറ്റ് ആണ് ഒരു ഫുൾ റൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 12 മണി AM തൊട്ട് 12 മണി
PM എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫുൾ ഒരു 12 അവർ എടുക്കുവാണെങ്കിൽ അതിലും അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫുൾ റൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടം തുടങ്ങി ലാസ്റ്റ് ഇവിടെ തന്നെ വന്ന് നിൽക്കും. അതാണല്ലോ സർക്കിളിൻ്റെ പ്രത്യേകത. ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ വന്ന് നിൽക്കും. അങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 60 മിനിറ്റ് ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഈച്ച് അവർ മാർക്ക് ഈസ് സെപ്പറേറ്റഡ് ബൈ, അതായത് ഓരോ അവർ മാർക്കും സെപ്പറേറ്റ് ചെയ്യുന്നത് 360 ഡിഗ്രി, അതായത് 1 ഫുൾ അവർ എപ്പോഴും ഇത് ചെയ്യുന്നത് 360/12 ആയിട്ടാണ്, അതായത് 30 ഡിഗ്രി. അതുപോലെ തന്നെ മിനിറ്റ് എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് 360/60 ഫോർ എ 12 അവർ ക്ലോക്ക്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതുവരെ അത് വീണ്ടും മനസ്സിലായില്ലെങ്കിൽ നോ പ്രോബ്ലം, അത് മനസ്സിലാക്കി വെക്കുക. ഒന്നും കൂടെ അതൊന്ന് നോക്കുക. അപ്പോൾ 360/12 ചെയ്യുമ്പോൾ 30 ഡിഗ്രി, അതായത് 12. അപ്പോൾ ഒരു അവർ ആവാൻ, അതായത് 12 തൊട്ട് 1 മണി വരെ ആവാനായിട്ടുള്ള അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇനി 12 നിന്ന് 2, അതായത് 2 മണിക്കൂർ ആവാനായിട്ട് 60 ഡിഗ്രി. അതുപോലെ തന്നെ 12 നിന്ന് 3 ആവാനായിട്ട് 90 ഡിഗ്രി. അങ്ങനെയാണ് ഇത് പോവുക ആക്ച്വലി. അതായത് കൂട്ടി പോയാൽ മതി. അപ്പം 12 നിന്ന് 1 ആവാൻ 30 എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 12 നിന്ന് 2 ആവാൻ 30 + 30 ചെയ്താൽ മതി, 60 + 30 ചെയ്താൽ മതി. അങ്ങനെ പോവല്ലേ. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ഇത്ര ക്ലിയർ ആക്കണം എന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ അത് ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഹാൻഡ് മൂവ്മെൻറ്റ് കാണുന്നതും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കണ്ടു പോവുക. അപ്പോൾ അവർ ഹാൻഡ് ഇത്രയും ഓർക്കുക. അവർ ഹാൻഡിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയും മിനിറ്റ് ഹാൻഡിൽ ഇടയിൽ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആക്ച്വലി 6 ഡിഗ്രി പെർ മിനിറ്റുമാണ്, പെർ അവർ. ഓക്കെ, ഇനി അടുത്തത്, ഇനി 1-2 കൺസെപ്റ്റ് ഇപ്പോഴങ്ങ് പറഞ്ഞേക്കാം. ഇനിയും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഞാനിതൊന്നുകൂടെ പറയാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി എന്താണ്, 0 ഡിഗ്രി, 180 ഡിഗ്രി, അതുപോലെ തന്നെ 90 ഡിഗ്രി, ഇങ്ങനെ കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. അതായത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയും ഒരു ക്ലോക്കിൽ, ഇപ്പോൾ ചിലപ്പം നമ്മളോട് പറയുന്നത് 5 അവർ ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5 അവർ കൺസിഡർ ചെയ്യുമ്പോൾ 0 ആംഗിൾ വരുന്ന എത്ര സമയങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു 6 അവർ എടുത്തു കഴിഞ്ഞാൽ ആ 6 അവറിൽ ഒരു ക്ലോക്ക് 180 ഡിഗ്രി ആംഗിൾ കാണിക്കുന്ന എത്ര സമയം, 90 ഡിഗ്രി ആംഗിൾ കാണിക്കുന്ന എത്ര സമയങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പം നമുക്ക് ആദ്യം മനസ്സിലാക്കണം മക്കളെ, 0 ഡിഗ്രി എന്ന് വെച്ചാൽ എന്താ, 180 ഡിഗ്രി എന്ന് വെച്ചാൽ എന്താ, 90 ഡിഗ്രി എന്ന് വെച്ചാൽ എന്താ. അപ്പോൾ 0 ഡിഗ്രി എന്ന് പറയുന്നത് ആക്ച്വലി കൺസിഡർ ചെയ്യുന്നത്, 0 ഡിഗ്രി എന്ന് പറയുന്നത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മിനിറ്റ്. ഓക്കെ, 0 ഡിഗ്രി എന്ന് പറയുന്നത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ, അതായത് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഒന്നിച്ച് കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന സമയം. ഇപ്പോൾ 12 മണി എന്നുള്ളത് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഒന്നിച്ച് കോയിൻസൈഡ് ചെയ്തിരിക്കുന്ന സമയമാണ് അല്ലേ, അങ്ങനെ. അപ്പം അതാണ് 0 ഡിഗ്രി എന്ന് പറയുന്നത്. അതേസമയം 180 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മളിപ്പം 6 മണിയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 6 മണിയാണെങ്കിൽ ഇവർ തമ്മിലിടയിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് വെച്ചാൽ 180 ഡിഗ്രിയാണ്. അതായത് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡിനും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ 180 ഡിഗ്രി എന്ന് വെച്ചാൽ അത് സ്ട്രെയിറ്റ് ആയിരിക്കണം, തമ്മിൽ സ്ട്രെയിറ്റ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ആവാം, എങ്ങനെയാവാം. അപ്പോൾ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ കൊളീനിയർ ആയിരിക്കണം. അപ്പോൾ 180 ഡിഗ്രി എന്ന് ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് ആവുന്ന സമയം ചോദിക്കാം, അല്ലെങ്കിൽ 180 ഡിഗ്രി ആവുന്ന സമയം ചോദിക്കാം, അല്ലെങ്കിൽ കൊളീനിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചോദിക്കാം. ഓക്കെ, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്തായിരുന്നു, 90 ഡിഗ്രി. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓക്കെ 90 ഡിഗ്രി എന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് റൈറ്റ് ആംഗിൾ ആവുന്ന സമയം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് 90 ഡിഗ്രി ആവുന്ന സമയം എപ്പോഴാണെന്ന് ചോദിക്കാം. അപ്പോൾ ഈ മൂന്നും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 0 ഡിഗ്രി എന്ന് പറയുന്നത് 0 ഡിഗ്രി ഓൾസോ കോൾഡ് ഹാൻഡ്, അല്ലെങ്കിൽ 0 ഡിഗ്രി ഓൾസോ കോൾഡ് ഹാൻഡ്സ് ആർ 1 ഓവർ ദ അതർ. ഒരു ഹാൻഡിൻ്റെ ഓവറിൽ വേറൊരെണ്ണം ഇരിക്കുന്നു, അല്ലെങ്കിൽ അവർ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ 180 എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ, അല്ലെങ്കിൽ കൊളീനിയർ ആയിട്ട്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ. 90 ഡിഗ്രി എന്ന് പറയുമ്പം റൈറ്റ് ആംഗിൾ. ഓക്കെ, ഇനി അടുത്തത്, ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുമോ? ഈ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ വർക്കർ നോട്ടീസ്ഡ് ദാറ്റ് ദ അവർ ഹാൻഡ് ഓൺ ദ ഫാക്ടറി ക്ലോക്ക് ഹാഡ് മൂവ്ഡ് ബൈ
225 degree during her stay at the factory. For how long did she stay in the factory? എന്താണ് ആ ക്വസ്റ്റ്യൻ? ഒരു വർക്കർ നോട്ടീസ് ചെയ്തു ഫാക്ടറിയുടെ ക്ലോക്കിൻ്റെ അവർ ഹാൻഡ് എന്ന് പറയുന്നത് ഒരു 225 ഡിഗ്രിയിലാണ് മൂവ് ചെയ്യുന്നത്. അവൾ ആ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അത്രയും വരെയാണ് മൂവ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര നേരമായിരിക്കും അവൾ ആ ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക? അപ്പം ഓളുടെ ഫാക്ടറിയിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്കിലേക്ക് ഓൾ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി 225 ആംഗിളാണ്, അല്ലെങ്കിൽ ഡിഗ്രിയിലാണത് നിൽക്കുന്നത്. അപ്പം അതായത് സമയം പറയുന്നില്ല, പകരം നമ്മൾക്ക് തീറ്റ വാല്യൂ തരുവാണ്. തീറ്റ അല്ലെങ്കിൽ ആംഗിൾ ഡിഗ്രി വാല്യൂ തരുവാണ്. അങ്ങനെയാണെങ്കിൽ സമയം കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? എനി ഐഡിയ? ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതെന്തായിരുന്നു? ഒരു കാര്യം പറഞ്ഞത് എന്തായിരുന്നു? ഇപ്പം 12 അവർ ക്ലോക്ക് ആണെങ്കിൽ അല്ലേ, ഞാൻ പറഞ്ഞായിരുന്നു 1 അവറിൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇതാ മിസ് നേരത്തെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതാ പറഞ്ഞത്. അപ്പം മനസ്സിലായില്ലെങ്കിലും ഇവിടെ വരുമ്പോൾ അത് ക്ലിയർ ആവും. 12 അവർ ക്ലോക്കിൻ്റെ കൺസിഡറേഷനിൽ നമ്മൾ 1 അവർ എന്ന് പറയുന്നത് എത്ര ആംഗിളായിട്ടാണ് എടുക്കുന്നത്? 360 ഡിവൈഡഡ് ബൈ 12. അതായത് 1 അവർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ 30 ഡിഗ്രി ആയിട്ടാണ് എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 30 ഡിഗ്രി ആയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 അവർ എന്ന് പറയുന്നത്, അതാണ് മിസ് പറഞ്ഞത്, എന്ത് ചെയ്താൽ മതി? 2 × 30 ചെയ്താൽ മതി. ഇനി 3 അവർ എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3 × 30 എന്ന് ചെയ്താൽ മതി. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒറ്റ ഒരു കാര്യമുള്ളൂ, 1 അവർ കൺസിഡറേഷൻ, അവർ ഹാൻഡിൻ്റെ 1 അവർ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിഗ്രിയാണ് തന്നേക്കുന്നത് 225. അങ്ങനെയാണെങ്കിൽ എത്ര അവർ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ അത് ചെയ്യാൻ പറ്റുകയെന്നറിയോ? അത് ഞാൻ പറഞ്ഞു 1 അവർ എന്ന് പറയുന്നത് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 2 അവർ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ ഞാൻ എഴുതി നോക്കുക. ഇപ്പം ഞാനിത് ഫസ്റ്റായിട്ട് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാനൊന്ന് എഴുതി നോക്കുക. കാരണം 225 ഡിഗ്രി എന്ന് പറയുന്നത് എത്രാമത്തെ അവറിലാണ് വരുന്നതെന്നൊന്ന് ചെയ്ത് നോക്കാൻ പോവാം. അപ്പം മിസ് ഇത് കളയാൻ പോവാണ് കേട്ടോ, ഇത്ര എഴുതിയത്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ. 1 അവർ 30, അങ്ങനെയാണെങ്കിൽ 2 അവർ എന്ന് വെച്ചാൽ 30 × 2, 3 അവർ എന്ന് വെച്ചാൽ 30 × 3. അങ്ങനെയാണെങ്കിൽ അവേഴ്സ് കൂടുമല്ലേ. 4 അവർ എന്ന് പറയുമ്പോൾ 4 × 30 എന്ന് വെച്ചാൽ 120. ഇനി 5 അവർ എന്ന് പറയുമ്പോൾ 150. ഓക്കെ, ഇത് ഇത്രയൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക പെട്ടെന്ന് തന്നെ. 6 അവർ വരെ ഞാൻ മാറ്റുവാണേ. ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് എടുത്ത് എഴുതുക കേട്ടോ. അതിന് വേഗം പോവാം. അങ്ങനെയാണെങ്കിൽ 7 അവർ അല്ലേ. 7 അവർ എന്ന് പറയുന്നത് 7 × 30 ചെയ്യാം. എത്രയാടാ 7 × 30 എന്ന് പറയുമ്പോൾ 210 ആണ്. 210 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 8 അവർ എന്ന് പറയുമ്പോൾ 240 ഡിഗ്രി. അപ്പോൾ എനിക്ക് ഏതായാലും 225 ആണ്. 210നും 240ക്കും ഇടയിലാണ് ആക്ച്വലി. അതായത് 7 മണിക്കും 8 മണിക്കും ഇടയിലാണ് ശരിക്കും 225 വന്നേക്കുന്നത് അല്ലേ. 210ക്കും 240ക്കും ഇടയിലാണ് 225. അപ്പോൾ 7 മണിക്കും 8 മണിക്കും ഇടയിലെന്ന് പറയുമ്പോൾ ഇവിടെ നോക്കണം. ഏതായാലും 3 മണിയല്ല, 8:30 അല്ല, ഇതുമല്ല, 7.5. അതായത് 7നും 8നും ഇടയ്ക്കെന്ന് പറയുമ്പം 7:30, അല്ലെങ്കിൽ 7:30 ഇൻ ദ സെൻസ് 7.5 എന്നുള്ള രീതിയിൽ. അപ്പോൾ 7.5 അവറാണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും എടുക്കേണ്ടത് എന്താ? ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് മാത്രമേ യു ഹാവ് ടു ലേൺ ഓർ യു ഹാവ് ടു ബൈ ഹാർട്ട്. ദാറ്റ് ഇസ് 1 അവർ ഫോർ എ 12 അവർ ഹാൻഡ് ക്ലോക്ക്. 1 അവർ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആൻഡ് 1 മിനിറ്റ് ഇൻ ദ റേഞ്ച് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. ദാറ്റ് ഇസ് 360/60 ഡിവിഷൻസ് ആണ്. അപ്പോൾ മിനിറ്റിൻ്റെ 360/60 ആണ്. അപ്പോൾ 6 ഡിഗ്രി വെച്ചിട്ട്. അപ്പോൾ യു ഹാവ് ടു റിമെമ്പർ ദിസ് പാർട്ട് ഓൺലി. ആൻഡ് ഒരു സ്പെസിഫിക് ആംഗിൾ തന്നിട്ട് അത് ഏത് സമയമാണെന്ന് കണ്ടുപിടിക്കാൻ യു ഹാവ് ടു റിമെമ്പർ ഇറ്റ്. ഇനിയും 210 എന്ന് വെച്ചാൽ അത് 7 ആണെന്ന് മനസ്സിലായി. 8 ആകുമ്പോൾ 240. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണിത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, കണ്ടോ? 7 and 8 ബിറ്റ്വീനിലാണ്. അപ്പോൾ 225 ഡിഗ്രി. സോ നമുക്കങ്ങനെ എടുക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ടീസ് ചെയ്യണേ. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ഡിസൈൻ കൺസൾട്ടൻസ് ഉണ്ടായി. ഒരു മിനിറ്റ്. ഓക്കെ, അതായത് ഞാൻ വായിക്കാമേ, എന്തെങ്കിലും ക്ലിയർ ഇല്ലെങ്കിലോ. 2 ഡിസൈൻ കൺസൾട്ടൻസ് P and Q. P എന്നും Q എന്നും പറയുന്ന 2 ഡിസൈൻ കൺസൾട്ടൻസ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടഡ് വർക്കിംഗ് ഫ്രം 8 AM ഫോർ എ ക്ലയൻറ്റ്. ഇവർ 2 പേരും ഒരു ക്ലയൻറ്റിന് വേണ്ടി
ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ഫോർ എ ക്ലൈൻറ്റ്, ഒരു ക്ലയൻറ്റിന് വേണ്ടി 8 മണി തൊട്ട്, രാവിലെ 8 മണി തൊട്ട് വർക്ക് ചെയ്യുവാണ്. ദ ക്ലയൻറ്റ് ബഡ്ജറ്റഡ് എ ടോട്ടൽ ഓഫ് USD 3,000 ഫോർ ദ കൺസൾട്ടൻസ്. ഈ 2 കൺസൾട്ടൻസിനുമായിട്ട് ടോട്ടൽ USD 3,000 ആണ് ഓൺ ആ ക്ലയൻറ്റ് നമുക്ക് എന്ത് ചെയ്തേക്കുന്നത്, ബഡ്ജറ്റ് ചെയ്തത്. USD എന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളറാണ്, USA ഡോളറിനെ ഉദ്ദേശിച്ചത്. അപ്പോൾ 3,000 ആണ് ഓന് ബഡ്ജറ്റ് ചെയ്തേക്കുന്നത് 2 പേർക്കുമായിട്ട്. P stopped working when the hour hand moved by. അതായത് P കുറച്ച് നേരത്തേക്ക് വർക്ക് സ്റ്റോപ്പ് ചെയ്തു. എപ്പോഴാണെന്ന് വെച്ചാൽ അവർ ഹാൻഡ് മൂവ്ഡ് ബൈ 210 ഡിഗ്രി ഓൺ ദ ക്ലോക്ക്. ക്ലോക്കിൽ 210 ഡിഗ്രി ആയിരുന്ന സമയത്ത് P വർക്ക് സ്റ്റോപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ 7 മണി, 8 മണിക്ക് തുടങ്ങി 7 PM അവസാനിപ്പിച്ചു എന്നുള്ള രീതിയിൽ കണ്ടോ. ഇപ്പോൾ 210 ഡിഗ്രി 7 മണിന്ന് ഇപ്പം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തുകൊണ്ടല്ലേ മനസ്സിലായി. അപ്പോൾ ഇന്ന് തന്നെ വീട്ടിൽ സമയം ഒന്ന് ആംഗിളിൽ പറഞ്ഞു നോക്കൂ കേട്ടോ. 210 ഡിഗ്രി ആയി, 240 ഡിഗ്രി ആയി എന്നൊക്കെ ചുമ്മാതെ. അപ്പോൾ യു ഹാവ് ടു എന്താ പറയുക, അതിൻ്റെ അകത്തൊരു രസമുണ്ടാവും. എനിവേ, അപ്പോൾ 210 ഡിഗ്രി ഓൺ ദ ക്ലോക്ക്. അതുപോലെ തന്നെ Q സ്റ്റോപ്പ്ഡ് വർക്കിംഗ് വെൻ ദ അവർ ഹാൻഡ് മൂവ്ഡ് ബൈ. ഇനി Q എന്താ ചെയ്തതെന്ന് വെച്ചാൽ 240 ഡിഗ്രി ആയപ്പോഴത്തേക്കും, ക്ലോക്കിൽ 240 ഡിഗ്രി ആയപ്പോഴത്തേക്കും വർക്ക് സ്റ്റോപ്പ് ചെയ്തു. എന്ന് വെച്ചാൽ 8 മണി ആയപ്പോഴാണ് Q വർക്ക് സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, ദിസ് ഈസ് ഇവിടെ വരെ ശരിയാണ്, ഇവിടെ വരെ വളരെ ശരിയാണ്. ഇനിയാണ് പ്രശ്നം വരിക. നോക്കിയേ, P took 2 tea breaks of 50 minutes each during her shift but took no lunch break. അന്ന് വെച്ചാൽ എന്താടാ, P 2 ബ്രേക്ക് എടുത്തു. അതായത് 15 മിനിറ്റുള്ള 2 ബ്രേക്ക് എടുത്തു. ടീ ബ്രേക്കാണ് ഓൻ എടുത്തത്. ചിലപ്പോൾ രാവിലെയും വൈകുന്നേരമായിട്ട് ടീ ബ്രേക്ക് എടുത്തു, പക്ഷെ ലഞ്ച് ബ്രേക്ക് എടുത്തില്ല. ആ സമയമൊക്കെ വർക്ക് ചെയ്തു. പക്ഷേ Q എന്താ ചെയ്തത്, Q 20 മിനിറ്റിൻ്റെ ബ്രേക്ക്, ആകെ 20 മിനിറ്റിൻ്റെ ലഞ്ച് ബ്രേക്ക് മാത്രമാണ് ഓൻ എടുത്തത്. രാവിലെയും വൈകുന്നേരത്തെ ഒന്നും ടീ ബ്രേക്ക് എടുത്തില്ല. ബട്ട് നോട്ട് ടീ ബ്രേക്ക്. ദ മാർക്കറ്റ് റേറ്റ് ഫോർ കൺസൾട്ടൻസ് ആർ USD 200 പെർ അവർ. അതായത് മാർക്കറ്റ് റേറ്റ് ചെയ്ത കൺസൾട്ടൻസിന് റേറ്റ് ചെയ്ത USD എന്ന് പറയുന്നത് 200 പെർ അവർ. പെർ അവറിന് 200 വെച്ചിട്ടാണ് USD ഓഫർ ചെയ്തത്. ആര്, മാർക്കറ്റ് റേറ്റ് ഫോർ കൺസൾട്ടൻസ് എന്ന് പറയുന്നത്. ആൻഡ് ബ്രേക്സ് ആർ നോട്ട് പെയ്ഡ്. ആ സമയത്ത് ബ്രേക്ക്, അവരെടുത്ത ബ്രേക്ക് പേ ചെയ്യുന്നില്ല, അവരതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നത്. അത് പെർ അവറിന് 200 വെച്ചിട്ട് കൊടുക്കും. പക്ഷെ എന്താ പറയുകയെന്ന് വെച്ചാൽ അവരെടുത്ത് ബ്രേക്ക് മാറ്റിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ആഫ്റ്റർ പേയിങ് ദ കൺസൾട്ടൻസ് ദ ക്ലയൻറ്റ് ഷാൾ ഹാവ്. അപ്പം USD ഡാഷ്, അതായത് കൺസൾട്ടൻസിന് പൈസ കൊടുത്തതിന് ശേഷം അങ്ങനെയാണെങ്കിൽ ക്ലയൻറ്റിൻ്റെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. 3,000 കൊടുക്കാമെന്ന് പറഞ്ഞു. ആൻഡ് 200 പെർ അവറുമാണ് മാർക്കറ്റിംഗ് റേറ്റ്. അപ്പോൾ എത്ര ബാക്കി പൈസ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ദിസ് ഇസ് ആക്ച്വലി സംതിങ് ഇൻട്രസ്റ്റിംഗ്, നല്ല കഥയുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ബട്ട് ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത്, ആക്ച്വലി ഈ 3,000 എന്നുള്ള കാര്യത്തെ പിടിച്ച് നിൽക്കുവാണെങ്കിൽ ഇത് കുറച്ചും കൂടി ടഫാകും. ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും സെക്കൻഡ് തൊട്ടിട്ടാണ് ഒരു സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത്. അതായത് ഇവരുടെ ബ്രേക്ക് അവേഴ്സും പിന്നെ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മാർക്കറ്റിംഗ് റേറ്റ്, അതായത് 200 പെർ അവർ, ഓരോ അവറിനും കൺസിഡർ ചെയ്തേക്കുന്ന ആക്കുവാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാം, ഇതൊരു സ്മാർട്ടായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതി നമുക്ക് നോക്കാം. ഇക്വേഷനും നമുക്ക് നോക്കാം. അപ്പോൾ മിസ് ഒന്നും കൂടി ഈ ക്വസ്റ്റ്യൻ്റെ കാര്യങ്ങളൊന്നും കൂടി ഒന്ന് എഴുതാൻ പെട്ടെന്ന്. അതായത് P എന്ന് പറയുന്നത് 210 ഡിഗ്രിയാണ്, എന്ന് വെച്ചാൽ 7 മണിക്കൂർ. Q എന്ന് പറയുന്നത് 240 ഡിഗ്രിയാണ്, എന്ന് വെച്ചാൽ 8 മണിക്കൂർ. ഓക്കെ, ഇനിയും എന്താണ്, P ആകെ 2 ടീ ബ്രേക്കാണ് എടുത്തത്, പ്ലസ് നോ ലഞ്ച് ബ്രേക്ക് എടുത്തില്ല. Q എന്ന് പറയുന്നത് ഇത് നോ, ടീ ബ്രേക്ക് എടുത്തില്ല, ലഞ്ച് ബ്രേക്കാണ് എടുത്തത്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതാ ഞാൻ നേരത്തെ പറഞ്ഞ് ക്വസ്റ്റ്യൻ കൺസിഡർ ചെയ്യണം. കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ P സെപ്പറേറ്റ് നോക്കും, Q സെപ്പറേറ്റ് നോക്കും. പക്ഷേ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് P ആൻഡ് Q സ്റ്റാർട്ടഡ് വർക്കിംഗ് ഫ്രം 8 AM ഫോർ എ ക്ലയൻറ്റ്. അതായത് ഒരു ക്ലയൻറ്റിന് വേണ്ടി ഇവർ 2 പേരും ഒന്നിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലയൻറ്റിൻ്റെ കയ്യിൽ ഇനി ബാക്കി എത്ര രൂപയുണ്ടെന്ന് വെച്ചാൽ ഇവർ 2 പേരുടെയും വർക്കിംഗ് വെച്ചിട്ടേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ Pയുടെ സെപ്പറേറ്റ് കണ്ട് Qവിൻ്റെ സെപ്പറേറ്റ് കാണാം എപ്പോഴാണ്. ഇവർക്ക് 2 പേർക്കും സെപ്പറേറ്റ് ക്ലയൻറ്റിന് വേണ്ടിയാണ് ഇവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവർ 2 പേരും ഒരു ക്ലയൻറ്റിനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ 2 പേർക്കും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബാക്കി എത്ര ഉണ്ടെന്ന് അറിയുള്ളൂ. ഏറ്റവും നല്ലത്
ഇവർ രണ്ടുപേരും വേസ്റ്റ് ആക്കിയ ടൈം, വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യാത്ത ടൈം എടുത്തിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് 0, അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൈസയും ബാക്കിയില്ല. അത് വരത്തില്ല. ആ കണ്ടീഷൻ വരണമെങ്കിൽ ഇവർ രണ്ടുപേരും ഒരു ബ്രേക്കും എടുക്കാതെ ഫുൾ ടൈം വർക്ക് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് മുഴുവൻ പൈസയും 200 പെർ അവർ എന്നുള്ള കൺസിഡറേഷൻ കൊടുക്കേണ്ടി വന്നേനെ. ഏതായാലും ഇതല്ല, ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ഡിയും സിയും ആകാനും വഴിയില്ല. കാരണം 200 പെർ അവർ എന്നാണ്, അപ്പോൾ അതിലും കൂടുതലാണ് വന്നേക്കണത്. ഓക്കെ, അത് നമ്മൾ അവിടെ നിൽക്കേണ്ടത്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കറക്കി കുത്തി പറയാൻ പറ്റും ഡിയും സിയും അല്ല എന്ന്. പക്ഷെ അങ്ങനെ വേണ്ട, നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടോട്ടൽ ഇവർ വേസ്റ്റ് ആക്കിയ ടൈം, വേസ്റ്റ് ഇൻ ദ സെൻസ് ഇവർ വർക്ക് ചെയ്യാത്ത ടൈം ഞാനൊന്ന് നോക്കാൻ പോവാണേ. പി ആകെ 2 ബ്രേക്കുകളാണ് എടുത്തത്. 15 മിനിറ്റ് നീളമുള്ള 2 ബ്രേക്കുകൾ എടുത്തു. എന്ന് വെച്ചാൽ 15 മിനിറ്റ് ഇൻറ്റു 2 തവണ എടുത്തു. ഓക്കെ, പ്ലസ് ക്യൂ ആകെ 20 മിനിറ്റിൻ്റെ ഒരു ബ്രേക്ക് മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടൽ എത്ര? 15 ഇൻറ്റു 2 30 പ്ലസ് 20 എന്ന് വെച്ചാൽ ടോട്ടൽ ഒരു 50 മിനിറ്റിലാണ് ഇവരുടെ ജോലി, അല്ലെങ്കിൽ ഇവർ 50 മിനിറ്റ് ബ്രേക്കാണ് എടുത്തത് സത്യം പറഞ്ഞാൽ. ഇനിയും വേറൊരു കാര്യം ഞാൻ പറഞ്ഞാൽ, 7 മണി തൊട്ട് അല്ലെങ്കിൽ 7 മണി വരെ ഒരാൾ വർക്ക് ചെയ്തു, ഒരാൾ 8 മണിക്കൂർ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ 7 തൊട്ട് 8 അങ്ങനെ, അതായത് 8 മണിക്കാണ് തുടങ്ങിയത് അല്ലേ. ഓക്കെ, അപ്പോൾ 7 മണി തൊട്ട് 8, ഒരാൾ 7 വരെ ഒരാൾ 8 വരെ കമ്പനിയിലുണ്ടായിരുന്നു. 8 + 7 എന്ന് പറയുമ്പോൾ 15. അപ്പോൾ 15 അവർ അവർ അതിൽ 1 അവർ, അതായത് 50 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 1 അവർ അവർക്ക് ബ്രേക്കും കാര്യങ്ങളായിട്ട് പോയി. എന്നുവെച്ചാൽ 14 അവർ ഒരു 10 മിനിറ്റ് അവർക്ക് ബ്രേക്കായിട്ട് പോയി കാണും. 14 അവർ 10 മിനിറ്റ്. അതും മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് മനസ്സിലായില്ലെങ്കിൽ നോ പ്രോബ്ലം. ഏതായാലും ഇവിടെ ഇത് മനസ്സിലാവണം. 2 പേരും വേസ്റ്റ് ആക്കി കളഞ്ഞ, അല്ലെ 2 പേരും വർക്ക് ചെയ്യാതിരുന്നത് 50 മിനിറ്റാണ്. ഓക്കെ ആണോ? ഇനി വരാവേ. അപ്പോൾ 50 മിനിറ്റാണ് അവരാകെ ബ്രേക്ക് എല്ലാം കൂടെ, 2 പേരുടെ എല്ലാം കൂടെ 50 മിനിറ്റ്. ഇനി എപ്പോഴും മിനിറ്റിലിട്ടാൽ ശരിയാവില്ല, മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് മിനിറ്റിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്? 50 ഇൻറ്റു 1/60 ചെയ്താൽ മതി അല്ലേ. അതായത് മിനിറ്റിനെ അവറാക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 60. അതായത് മിനിറ്റ് എന്ന് പറയുന്ന അവറിനെക്കാട്ടിലും ചെറിയ ആളല്ലേ, അപ്പോൾ ചെറുതിനെ വലുതാക്കാൻ ഡിവൈഡാണ് ചെയ്യുന്നത്. അപ്പം ഇൻറ്റു അല്ലെങ്കിൽ ഡിവൈഡ് 50/60 ചെയ്താൽ മതി, അതായത് 5/6. ഇത് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കണം ഇപ്പം തന്നെ. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഇതാണോ കിട്ടുന്നതെന്ന് കൺസിഡർ ചെയ്യാം കേട്ടോ, കറക്റ്റാണോ എന്ന് നോക്കുക. അപ്പോൾ ഇത്രയാണ് മിസ്സിന് കിട്ടിയത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇവർ വേസ്റ്റ് ആക്കിയത് മിനിറ്റ്, അതായത് ഇവർ വേസ്റ്റ് ആക്കിയത് 0.8333 അവറാണ് ഇവർ മൊത്തത്തിൽ ബ്രേക്ക് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇതനുസരിച്ച് നമുക്ക് മനസ്സിലാകും ഇവന് എത്ര ബഡ്ജറ്റ് ബാക്കിയുണ്ട്. അതായത് 1 മണിക്കൂർ പെർ അവർ ഇവർ കൊടുക്കാൻ ഉദ്ദേശിച്ചത് $200. അങ്ങനെയാണെങ്കിൽ ഇത്രയും അവർ കൊടുക്കാതിരിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ 0.8333 ഇൻറ്റു 200 ചെയ്താൽ മതിയെന്നേ. 200 ചെയ്യുമ്പോൾ 166.66. അപ്പോൾ റിമൈനിങ് ഇത്രയുണ്ട്. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. അതായത് ആകെ ഇവർ ബ്രേക്ക് എടുത്തത് 50 മിനിറ്റാണ്. ആ മിനിറ്റിനെ അപ്പോൾ ഇവർ വേസ്റ്റാക്കി കളഞ്ഞ സമയം എത്ര ഉണ്ടെന്ന് അറിഞ്ഞാൽ ഓന് കൊടുക്കാനുള്ള രൂപ, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാൻ മാത്രം എത്ര രൂപ ബാക്കിയുണ്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ 50 മിനിറ്റാണ് ഉണ്ടാവുക, അതിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്തു. ആ അവർ ഇൻറ്റു പെർ അവറിൽ എത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്? 200. അപ്പോൾ 200 ഇൻറ്റു എത്ര അവറാണ് അവർ വേസ്റ്റ് ആക്കിയത്. അപ്പം ടോട്ടൽ 166.66 രൂപയാണ് ഓൻ്റെ കയ്യിൽ ബാക്കിയുള്ളത്. ഓക്കെ, സോ ഇത് 2019 ഗേറ്റ് ആണ് കേട്ടോ. ഇത് ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ ബി. ഓക്കെ, ഇതാണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്തതെന്ന്. ഇനിയും അടുത്തൊരു കൺസെപ്റ്റാണ്. ദിസ് ഈസ് ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ആംഗിൾ ബിറ്റ്വീൻ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ്. അതായത് ഇത്രയും നേരം നമ്മളൊരു സ്പെസിഫിക് ആംഗിൾ തരുമായിരുന്നു. ആംഗിൾ എന്ന് പറയുന്നത് ഇത്ര സമയം എന്നുള്ള രീതിയിൽ. ഇനി നമ്മളോട് പറയാണ്
മിനിറ്റ് ഹാൻഡിനും അവർ ഹാൻഡിനും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക. ഇത് നമുക്ക് ലോജിക്കലായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അത് കുറച്ച് നമുക്ക് എക്സാമിന് കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാൻ ഈ കേസിൽ ഞാൻ പറയുന്നത് ഇക്വേഷൻസ് പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. ചില കൺസിഡറേഷനിൽ നമ്മൾ ഇക്വേഷൻസ് നമ്മുടെ എക്സാമിൻ്റെ സമയം കളയുന്നതാണ്, പക്ഷേ ക്ലോക്കിൻ്റെയൊക്കെ ഈ ഒരു ഇതിൽ നമുക്ക് ഇക്വേഷൻസ് ഉണ്ടാവുന്നതാണ് നമ്മുടെ എക്സാം കുറച്ചും കൂടി എളുപ്പമാക്കുക. കാരണം ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണല്ലോ. അപ്പോൾ ആ ഇക്വേഷൻ എന്ന് പറയുമ്പം ഈ ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇപ്പം തന്നെ പഠിച്ചു പോവുക. ഹാഫ് മോഡുലസിൻ്റെ അകത്ത് 60h - 11m. എച്ച് എന്ന് വെച്ചാൽ ഹാൻഡ്, അവർ ഹാൻഡാണ്. എം എന്ന് പറയുന്നത് മിനിറ്റ് ഹാൻഡാണ്. ഇപ്പം നമ്മളോട് പറയാണ് ആംഗിൾ ബിറ്റ്വീൻ 7:45 കണ്ടുപിടിക്കുക. 7:45 ആദ്യം കാണിക്കുന്നതാണ് അവർ, രണ്ടാമത് കാണിക്കുന്നതാണ് മിനിറ്റ്. ഇങ്ങനെയാണല്ലോ സാധാരണ ജനറലൈസേഷൻ. ഇത് അവറിനെ കാണിക്കുന്നു, ഇവരെ മിനിറ്റ് കാണിക്കുന്നു, അടുത്ത ആൾ സെക്കൻഡ്സിനെ കാണിക്കുന്നു. അപ്പോൾ ഇത് അവറും മിനിറ്റുമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതെങ്ങനെ 7:45 എന്ന് പറയുമ്പോൾ എങ്ങനെ കാണാം നോക്കി. ഹാഫ് അവർ, അപ്പം 60 × h, അവർ എത്രയാ 7. 11 × മിനിറ്റ് എത്രയാ 45. ഇത് ചെയ്താൽ മതി. 60 × 7 - 11 × 45 -75 എന്ന് കിട്ടും. മോഡുലസ് ആയതുകൊണ്ട് മൈനസ് പ്ലസ് ആവും. അപ്പോൾ 75/2 എന്ന് പറയുന്നത് ഇത്രയും. ഓക്കെ, ഇനി ആംഗിൾ ബിറ്റ്വീൻ ഇത് ജസ്റ്റ് ഹോംവർക്കായിട്ട് ചെയ്യണം. സൊല്യൂഷൻ ഉണ്ട്. ഇത് ആംഗിൾ ബിറ്റ്വീൻ ദ മിനിറ്റ് ആൻഡ് അവർ ഹാൻഡ് 7:35. 7 ആണ് ഇതിൻ്റെ അവർ, 35 ആണ് മിനിറ്റ്. ഇക്വേഷനും ഉണ്ട്. എച്ച് എന്ന് പറയുന്ന 7, എം എന്ന് പറയുന്നത് 35. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇത്രയും കിട്ടും. ഇനി അടുത്തത്, ഇറ്റ് ഈസ് 3/4 ഇൻ യുവർ വാച്ച്. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ഇറ്റ് ഈസ് 3/4 ഇൻ യുവർ വാച്ച്. അതായത് നിങ്ങളുടെ വാച്ചിൽ 3/4 എന്നാണ് കാണിക്കുക. ദ ആംഗിൾ ബിറ്റ്വീൻ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യേണ്ടത് എന്താ അറിയോ? 4/4 എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെപ്രസെൻറ്റേഷൻസ് ഗേറ്റിന് ചോദിക്കാറുണ്ടോ, അല്ലെങ്കിൽ CSIR നെറ്റിന് ചോദിക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. 4/4 എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ, 3/4 അല്ലെങ്കിൽ 4. 3/4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം 3/4 എന്നാണ്. 4/2 എന്ന് പറഞ്ഞാൽ 2/4. ക്വാർട്ടർ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കാലെന്നാണ് പറയുക. അങ്ങനെ. അപ്പോൾ ഇവിടെ സിമ്പിളാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് 3/4 ഇൻ യുവർ വാച്ച് ദ ആംഗിൾ ബിറ്റ്വീൻ എന്ന് വെച്ചാൽ 3/4 എന്നാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ 3 h ആയിട്ടും 15 m ആയിട്ടും എടുത്തിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഇത് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. ആൻസർ എന്ന് പറയുന്നത് 7.5 ഡിഗ്രി. കിട്ടിയില്ലെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. ഇത് ചെയ്യണം ഹോംവർക്ക്. അതായത് ഇത് 2020 ചോദിച്ച PYQ ആണ്. ഗേറ്റിൻ്റെ ആണോ നെറ്റിൻ്റെ ആണോ മിസ്സിന് ഓർമ്മയില്ല. ഒരു PYQ ക്വസ്റ്റ്യൻ ആണ് ഏതായാലും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കണേ. ഈ ക്വസ്റ്റ്യൻ്റെ തിയറി പാർട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു ബൈ ഹാർട്ട് ചെയ്യേണ്ട, കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. തിയറി ഞാൻ പറഞ്ഞ് കുഴപ്പിക്കുന്നില്ല. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് 2025 ഗേറ്റിന് ചോദിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ചോദ്യം എങ്ങനെയാണ് വായിക്കാമേ. രോഹിത് ഗോസ് ടു എ റെസ്റ്റോറൻറ്റ് ഫോർ ലഞ്ച് അറ്റ് അബൌട്ട് 1 PM. കറക്റ്റ് 1 മണി ആയപ്പോഴത്തേക്കും രോഹിത്ത് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. വെൻ ഹി എൻറ്റേഴ്സ് ദ റെസ്റ്റോറൻറ്റ് ഹി നോട്ടീസ് ദാറ്റ് ദ അവർ ആൻഡ് മിനിറ്റ് ഹാൻഡ്സ് ഓൺ ദ വാൾ ക്ലോക്ക് ആർ എക്സാക്ട്ലി കോയിൻസൈഡ്. അതായത് ഓൻ റെസ്റ്റോറൻറ്റിലെത്തി ആ വോളിലുള്ള ക്ലോക്കിൽ നോക്കിയപ്പോൾ അവന് മനസ്സിലായി അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും എന്താണേലും കോയിൻസൈഡ് ചെയ്ത് ഒന്നിച്ചിങ്ങനെ നിൽക്കുവാണ്. അതായത് 0 ഡിഗ്രി ആംഗിളിൽ നിൽക്കുവാണ്. ആഫ്റ്റർ അബൌട്ട് ആൻ അവർ വെൻ ഹി ലീവ്സ് ദ റെസ്റ്റോറൻറ്റ് ഹി നോട്ടീസ് ദാറ്റ് ദ ക്ലോക്ക് ഹാൻഡ്സ് ആർ എഗെയിൻ എക്സാക്ട്ലി. അതായത് വീണ്ടും ആഫ്റ്റർ അബൌട്ട് ഒരു അവറിന് ശേഷം അവൻ തിരിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരം അവൻ നോക്കിയപ്പം എന്താണ് വേറെ ഇത് നോട്ടീസ് ചെയ്തപ്പം അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും വേറൊരു രീതിയിൽ കോയിൻസൈഡ് ചെയ്ത് നിൽക്കുവാണ്. മനസ്സിലായോ? അപ്പോൾ എന്താ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്നറിയാവോ? രോഹിത്ത് കഴിക്കാൻ വന്നത് 1 PM. അപ്പോഴവൻ നോക്കിയപ്പോൾ കോയിൻസൈഡ് ചെയ്തു. 1 അവർ കടന്നുപോയി, അല്ലെങ്കിൽ ആൻ അവർ കടന്നു പോയപ്പോൾ വീണ്ടും നോക്കിയപ്പം കോയിൻസൈഡ് ചെയ്ത് നിൽക്കുവാണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മച്ച് ടൈം ഡിഡ് രോഹിത് സ്പെൻഡ് അറ്റ് ദ റെസ്റ്റോറൻറ്റ്? അങ്ങനെയാണെങ്കിൽ രോഹിത് എത്ര സമയമാണ് റെസ്റ്റോറൻറ്റിൽ സ്പെൻഡ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു കാര്യം ഞാൻ പറയാം, ഇതൊന്ന് ശ്രദ്ധിച്ചോണേ. ഇത് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ ആയിട്ടുള്ള മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് പുതിയ തരത്തിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2025 ക്വസ്റ്റ്യനാണ് ഗേറ്റിൻ്റെ.
ആകെ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ ഞാൻ പറയുന്നത്, ഇതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ആക്ച്വലി കൺഫ്യൂസിങ്. ഒരു കാര്യം മാത്രം ഓർക്കുക, എക്സാക്ട്ലി കോയിൻസൈഡിങ് എന്ന് വെച്ചാൽ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും ഒന്നിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇവരുടെ ഇടയിലുള്ള ആംഗിൾ എന്ന് വെച്ചാൽ 0 ഡിഗ്രിയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി എനി ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് റിപ്പീറ്റ് ആഫ്റ്റർ, അതായത് 1 മണിക്കൂറിന് ശേഷം റിപ്പീറ്റ് ചെയ്യാമെന്ന് പറയുന്നത്, അതായത് ഒരു കാര്യം കോയിൻസൈഡ് ചെയ്തു, അടുത്ത അവറിൽ അത് വീണ്ടും കോയിൻസൈഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സമയം ശരിക്കും 65 × 5/11 ആണ്, അല്ലെ 65 5/11 ആണ്. അതായത് കോയിൻസൈഡിൻ്റെ കൺസിഡറേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ഒരവർ റിപ്പീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ 65 5/11. ഇനി 1 മണിക്കൂർ കഴിഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് റിപ്പീറ്റ് ചെയ്തെങ്കിൽ വീണ്ടും 65 5/11 + 65 5/11 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതേതായാലും പറയുന്നുണ്ട് ആൻ അവറിന് ശേഷം റിപ്പീറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന സമയം 65 5/11 ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക എന്ന് മാത്രമേ ഞാൻ പറയണുള്ളൂ കേട്ടോ. ഞാൻ കുറേ കാര്യങ്ങൾ ഇവിടെ തിയറി എഴുതിയിട്ടുണ്ട്. 12 AM at 12 ആംഗിൾ ബിറ്റ്വീൻ ഹാൻഡ് 0 ഡിഗ്രി, നെക്സ്റ്റ് ഇൻ 0. അപ്പോൾ അതായത് 12-ൽ, അതായത് 12 മണിക്ക് എന്താണ് ഹാൻഡും അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും കോയിൻസൈഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അടുത്ത 1 മണിയാകുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, അടുത്ത മണിക്കൂറിൽ അതിൻ്റെ കോയിൻസൈഡ് ചെയ്തിരിക്കുമ്പോഴല്ല അതിൻ്റെ സമയം. വളരെ ശ്രദ്ധിക്കണം, കോയിൻസൈഡ് ചെയ്തിരിക്കുമ്പോഴെന്ന് മാത്രമേ ഇതിൻ്റെ കൺസിഡറേഷൻ ഉള്ളൂ. 12 മണിക്ക് ക്ലോക്ക് കോയിൻസൈഡ് ചെയ്തു, അടുത്ത മണിക്കൂറിൽ അത് എത്ര സമയമാകുമ്പോഴാണ് അത് കോയിൻസൈഡ് ചെയ്തതെന്ന് വെച്ചാൽ +1:05 5/11. ഇതെന്ന് വെച്ചാൽ ആക്ച്വലി 65 5/11 എന്ന് ഞാൻ എഴുതിയേക്കുന്നത്. 1 hour 5 minutes എന്ന് പറയുമ്പോൾ ഏകദേശം 65 എന്നുള്ള റേഞ്ചിലാണ് എഴുതിയേക്കണത്. അതിത്രയും. ഇനിയും ഇതിൻ്റെ കൂടെ എത്രയും എന്താണ് 1:05 5/11 നിന്ന് എത്ര സമയം കഴിയുമ്പോഴാണ് അടുത്തത് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേ +1:05 5/11 ചെയ്യാം. അപ്പോൾ ഒരു ആൻസർ കിട്ടും. ഇനി ഇതിൽ നിന്ന് എത്ര സമയമാണ് വീണ്ടും കോയിൻസൈഡ് ചെയ്യാന്ന് വെച്ചാൽ അതേ +1:05 5/11, അതായത് 65 5/11 കൂട്ടി പോയാൽ മാത്രമേ ഒരു ക്ലോക്കിൽ എത്ര മണിക്കൂർ കഴിയും, ഓരോ മണിക്കൂർ കഴിയുമ്പോൾ എത്ര വെച്ച് റിപ്പീറ്റ് ചെയ്തു എന്ന് പറയത്തുള്ളൂ. അപ്പോൾ 2 അവർ കഴിയുമ്പോൾ എത്ര റിപ്പീറ്റ് ചെയ്തെന്ന് വെച്ചാൽ തന്നേക്കുന്ന ടൈമിൽ നിന്ന് ഇത് 2 തവണ ആഡ് ചെയ്താൽ മതിയാകും. അതാണ്, അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, പക്ഷെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക ഇത് എങ്ങനെയാണ് ആഡ് ചെയ്തത്. ഇത് 6 + 1 7, പിന്നെ 0 0 + 0 അത് സെപ്പറേറ്റ് ചെയ്യുക, 5/11 എഴുതുക. അങ്ങനെയാണ് ഇത് വന്നേക്കണത്. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക. അതായത് ഈ രോഹിത്തിൻ്റെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഇമാജിൻ ചെയ്യുക. ഈ ബേസ് ചെയ്ത് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമ്മുടെ മനസ്സിൽ ഈ ഒരു ഇമാജിനേഷൻ കിടക്കും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി 65 5/11 അല്ലെ 1:05 എന്നുള്ള റേഞ്ച് നമുക്ക് കിടക്കും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു 12 hour ക്ലോക്കാണ് ദാറ്റ് റൺസ് കറക്റ്റായിട്ട് ഓടുന്ന ഒരു 12 മണിക്കൂറിൻ്റെ ക്ലോക്ക്, നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ക്ലോക്ക്. ഹൗ മെനി ടൈംസ് ഡു ദ സെക്കൻഡ് മിനിറ്റ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് കോയിൻസൈഡ്, അതായത് മിനിറ്റും അവർ ഹാൻഡും അവറും സെക്കൻഡ് ഹാൻഡും ഒക്കെ ഒന്നിച്ചൊന്നിച്ച് കോയിൻസൈഡ് ചെയ്യുന്ന എത്ര സമയത്താണ്. ഇൻ എ 12 hour ഡ്യൂറേഷൻ ഫ്രം 3 PM ഇൻ എ ഡേ ടു 3 AM, അതായത് 12 മണിക്കൂർ ഒരു ദിവസം മൊത്തം എടുത്താൽ, ഒരു ദിവസം അതായത് 12 മണിക്കൂർ, ഒരു ദിവസം മൊത്തമല്ല, 24 മണിക്കൂറല്ല, 12 മണിക്കൂറിൻ്റെ കേസാണ് പറയുന്നത്. അതായത് 3 PM തൊട്ട് 3 AM വരെ ഈ ഇടയിൽ എത്ര സമയത്തായിരിക്കും എത്ര തവണ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും സെക്കൻഡ് ഹാൻഡും ഒക്കെ കോയിൻസൈഡ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഈസ് ആക്ച്വലി എ കോമ്പറ്റേറ്റീവ് എക്സാം. വി ആർ ആക്ച്വലി പ്രിപ്പയറിംഗ് ഫോർ എ കോമ്പറ്റേറ്റീവ് എക്സാം. സോ വി ഹാവ് ടു റിമെമ്പർ സം കൺസെപ്റ്റ്. ഓക്കെ, സോ വെൻ യു ആർ സ്റ്റാർട്ട് ടു റിമെമ്പർ ഇറ്റ് വിൽ ബി ഈസി, സൂപ്പർ ഈസി ആകും. അപ്പോൾ അതെങ്ങനെ നമുക്ക് റിമെമ്പർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ജസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിക്കേ. അവറും മിനിറ്റും സെക്കൻഡും ഒക്കെ കോയിൻസൈഡ് ചെയ്യുന്ന എത്ര സമയമാണ്, അതായത് 12 അവറിൻ്റെ കൺസിഡറേഷനാണ് 24, ഒരു ഡേ ഫുള്ളല്ല, 12 അവർ എന്ന് ഇവർ പറയുന്നുണ്ട്. 12 hour ഡ്യൂറേഷൻ. ഇപ്പോൾ 2022 PYQ ആണ്. കുറച്ച് മെസ്സിയാണ്, എന്നാലും ഞാൻ പറയാം. ഇവിടെ ഒന്നും നോക്കണ്ട, ഇതൊക്കെ കുറച്ച് മെസ്സിയാണ്. ഞാൻ 24 hours കാര്യം ആദ്യം പറഞ്ഞുതരാം. അതായത് 24 hours ആണെങ്കിൽ 0 ഡിഗ്രി ഉണ്ടാവുന്നത് 22 തവണയാണ്. പഠിച്ചു വെച്ചോ, ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ, ഒരു കോളമൊക്കെ വരച്ച് വെക്കുക. 0 ഡിഗ്രി ഉണ്ടാവുന്നത് 12 ടൈംസാണ്, 22 ടൈംസാണ്. ഇനിയും 12 മണിക്കൂറിൽ 180 ഡിഗ്രി. അപ്പം നിങ്ങൾ കൺസിഡർ ചെയ്തോ, രാത്രി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണി തൊട്ട് രാവിലെ 1 മണി വരെ
അല്ലെങ്കിൽ 12 തൊട്ട് രാവിലെ 12 വരെ. അങ്ങനെ 12 അവേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇത് 24 അവേഴ്സാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ 0 ഡിഗ്രിയാണ് 22. ഇനി 180 ഡിഗ്രി ആണെങ്കിൽ അതും 22 തവണ കാണാൻ പറ്റും. ഇനി 180 ഡിഗ്രി എന്ന് പറയുന്നത് എന്താ, സ്ട്രെയിറ്റ് ആയിട്ട് 6 മണി 7 മണി 8 മണി അങ്ങനെ സ്ട്രെയിറ്റ് അല്ലെ കൊളീനിയർ ആയിട്ട് കാണുന്നത്. അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഒക്കെ കൊളീനിയർ ആയിട്ട്. 90 ഡിഗ്രി എന്ന് വെച്ചാൽ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഒക്കെ റൈറ്റ് ആംഗിളായിട്ട് കാണുന്നത്. അത് ഏകദേശം 44 തവണ. ഈ 90 ഡിഗ്രിക്ക് മാത്രം 2 രീതിയിൽ കാണാൻ പറ്റും. ഒന്നുകിൽ മിനിറ്റ് ഹാൻഡ് മുന്നേ പോകണം, അല്ലെങ്കിൽ മിനിറ്റ് ഹാൻഡ് ശേഷം പോകണം. വെൻ മിനിറ്റ് ഹാൻഡ് ഈസ് എഹെഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഈസ്, അങ്ങനെ 2 കൺസിഡറേഷൻ ഉണ്ട്. അത് പോട്ടെ, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 42, അതുകൊണ്ടാണ് ഇത് 44 ആയത്. ബാക്കി 22 അല്ലേ. പക്ഷേ 90 ഡിഗ്രി കാണാനായിട്ട് 2 കൺസിഡറേഷൻ ഉണ്ട്. മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡിന് മുന്നേ അല്ലെങ്കിൽ മിനിറ്റ് ഹാൻഡ് ശേഷം എന്നുള്ള രീതിയിൽ. അപ്പോൾ 22 + 22 അല്ലെങ്കിൽ 22 × 2 എന്ന് പറഞ്ഞാൽ 44. അപ്പോൾ 44 ടൈംസ്. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു 12 അവർ ഡ്യൂറേഷൻ. 24 അവേഴ്സിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ 12 അവർ ഹാഫ് ചെയ്താൽ പോരെ, കാരണം 24 ഹാഫ് എന്ന് വെച്ചല്ലേ 12. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻസർ പറയാമോ? ആൻസർ പറയാമോ? 0 ഡിഗ്രി നമ്മളോട് ചോദിച്ചേക്കുന്ന മൊത്തം കോയിൻസൈഡ് ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ 0 ഡിഗ്രി. 24 അവേഴ്സിന് 22 ആണെങ്കിൽ 12 അവേഴ്സിന് 12 തവണ. 12 തവണയല്ല, 22/2 എന്ന് പറയുന്നത് 11 ടൈംസ്. അപ്പോൾ 0 ഡിഗ്രി കാണുന്നത് 11 ടൈംസ്, 180 കാണുന്നതും 11 ടൈംസ്, 90 കാണുന്നത് 22 ടൈംസ്. എപ്പോൾ 12 അവർ ഡ്യൂറേഷൻ ചോദിച്ച. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, അപ്പം ഇത് മനസ്സിലായല്ലോ. അപ്പം അതായത് 24 അവേഴ്സ് എന്ന് പറയുമ്പോൾ 0 കോയിൻസൈഡ് ചെയ്യുന്നത് കാണുന്നത് 22 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ 12 അവർ ഇതിൻ്റെ ഹാഫ് വരും, അതായത് 11 തവണ, 11 ടൈംസ്. അങ്ങനെയാണ് ഇത് 2022 ചോദിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ 11 ടൈംസ് ആണ് ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രത്യേകത എന്താ? അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 6 AM and 7 AM വിൽ ദ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് മേക്ക് ആൻ ആംഗിൾ ക്ലോസസ്റ്റ് ടു 60 ഡിഗ്രി. അതായത് 6 മണിക്കും രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിൽ ഏത് സമയത്തായിരിക്കും 60 ഡിഗ്രിയോട് ചേർന്ന്, അതായത് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഒരു ക്ലോക്കിൻ്റെ 60 ഡിഗ്രിക്ക് ചേർന്നിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയുമോ? ആദ്യം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു വർക്കർ 225 ഡിഗ്രിയാണ് ആംഗിൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ സമയമാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമയം കാണാൻ നമുക്കറിയാം. ഏത് ക്വസ്റ്റ്യനാണ്? ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ 225 ഡിഗ്രി ആണെങ്കിൽ സമയമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സമയം ചോദിക്കാൻ നമുക്കറിയാം 1 അവർ എന്ന് പറയുമ്പോൾ അവിടെ 30 ഡിഗ്രിയാണ് ആംഗിൾ വരിക. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു ചെയ്തപ്പോൾ 7 അവറാണ് 225, അല്ല 7.5 അവറാണ് 225 എന്ന് കിട്ടിയായിരുന്നു. ഇവിടെ നമുക്ക് ഓൾറെഡി തീറ്റ തന്നിട്ടുണ്ട്, നേരത്തെ പോലെ തന്നെ 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ ചോദിച്ചേക്കുന്ന 6 AM നും 7 AM നും ഇടയിൽ എവിടെയാണ് 60 ഡിഗ്രി വരുന്നതെന്നാണ്. അപ്പോൾ വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. വേറെ രീതി ഇൻ ദ സെൻസ്, നേരത്തെ നമ്മൾ പഠിച്ചുല്ലോ, തീറ്റ = ½ ടൈംസ് ഓഫ് 60H മൈനസ് 11M. മൈനസ് ആണോ പ്ലസ് ആണോ? ഓക്കെ, മൈനസ് ഐ ഗസ്. ഓക്കെ, മൈനസ് ആണല്ലേ. മൈനസ് ആണ്. ഞാൻ പ്ലസ് ഇട്ടേക്കാം. ഓക്കെ മൈനസ് ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, മൈനസ്. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചൊക്കെ തീറ്റ കാണാനായിരുന്നു. ഇവിടെ ഓൾറെഡി തീറ്റ ഗിവൺ ആണ്. തീറ്റ ഗിവൺ ആവുമ്പോൾ ഒന്നും കൂടെ എഴുതട്ടെ. അതായത് തീറ്റ ഈസ് ഈക്വൽ ടു ½ × 60H മൈനസ് 11M. ഇത്രയും നേരം എനിക്ക് ഇതെല്ലാം തന്നിട്ട് തീറ്റ കണ്ടുപിടിക്കാനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, ഇതിലേക്ക് ഇട്ടിട്ട് കറക്റ്റ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഇവിടെ തീറ്റ ഗിവൺ ആകുമ്പം ഇതാണ് സോൾവ് ചെയ്യേണ്ടത്. തീറ്റ തന്നിട്ടുണ്ട്, ഇതിലുള്ള ഒരാളെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിലുള്ള ഒരാളെ കണ്ടുപിടിക്കുമ്പം അത് കുറച്ച് പ്രശ്നമാണ്. കാരണം മോഡുലസിൻ്റെ അകത്ത് കയറി ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ 2 കേസുകളാണ്. മോഡുലസ് എന്ന് വെച്ചാൽ എന്താ? ശരിക്കും നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. മോഡുലസ് എന്ന് പറയുന്നത്, മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. എപ്പോഴാ? ഇഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് പോസിറ്റീവ് ആകുമ്പോൾ. ഇനി മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുന്നത്
-x ആക്കാൻ പറ്റും ഇഫ് എക്സ് ഈസ് നെഗറ്റീവ്. അതായത് തീറ്റ കണ്ടുപിടിക്കാനാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ മോഡുലസിൻ്റെ അകത്ത് കയറി ഒരാളെ കണ്ടുപിടിക്കുമ്പോൾ 2 കൺസിഡറേഷൻ അവിടെ കൊടുക്കേണ്ടി വരും. മോഡുലസിൻ്റെ അകത്ത് കയറി ഒരാളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആകെ അറിയാവുന്നത് 60 അവർ, അതായത് അവർ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലേ. അതായത് 60 ഡിഗ്രിക്ക് ക്ലോസസ്റ്റ് ആയിട്ടെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇവിടെ ഒരു ക്ലൂ ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം മിസ്സേ അവറും ഇല്ല മിനിറ്റും ഇല്ല, പിന്നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ? ഇത് ഞാനൊന്ന് തുടയ്ക്കുവാണേ. ഇതൊന്ന് ജസ്റ്റ് എടുക്കോ പെട്ടെന്നല്ലേ, സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഓപ്ഷനിലേക്കൊന്ന് പോയേ. ഓപ്ഷൻ എന്താണെങ്കിലും അവരെല്ലാം സെയിം, അതായത് 6 അവർന്ന് നമുക്കുണ്ട്, മിനിറ്റിനെ വ്യത്യാസമുള്ളൂ. അപ്പോൾ അവർ നമുക്ക് ഓൾറെഡി അറിയാം. അതായത് തീറ്റ ഈക്വൽ ടു ഹാഫ് ടൈംസ് ഓഫ് അവർ ഓൾറെഡി 60 h മൈനസ് 11 m ആണ്. അവർ ഓൾറെഡി എക്സാമ്പിളിലുണ്ട് അല്ലെ, ഓപ്ഷനിലുണ്ട് 6 ആണെന്നുള്ളത്. അപ്പം ഞാൻ ഹാഫ് 60 × 6 മൈനസ് 11 m എന്ന് കൊടുക്കുവാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? 60 ഈസ് ഈക്വൽ ടു, അതായത് തീറ്റ ഓൾറെഡി 60 ആണ്, ഹാഫ് ഓഫ് 60 × 6 എന്ന് പറയുന്നത് 360 മൈനസ് 11 m ആണ്. ഓക്കെ, മൈനസ് 11 m. ഇത് ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുമോ? ഇനി 2 കേസുകൾ ഇവിടെ ചെയ്യണം. 2 കേസുകളെന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 60 ഈസ് ഈക്വൽ ടു ഹാഫ് ടൈംസ് ഓഫ് 360 മൈനസ് 11 m എന്ന് കിട്ടി. ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് എളുപ്പം കേട്ടോ. അപ്പോൾ 120, അതായത് ഇതിനെ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 120, 360 മൈനസ് 11 m മോഡുലസ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കയറി കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. 120 ഈക്വൽ ടു നോർമലായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യം ഇത് പ്ലസ് ആണെന്ന് കൺസിഡർ ചെയ്യുക. അതായത് ഇതിനെ മൊത്തത്തിൽ മിസ് പറയുന്നതാണല്ലോ, ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ കിടക്കുന്നതാണല്ലോ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ആൻസറും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ പോസിറ്റീവ് ആണെന്നുള്ളൊരു കൺസിഡറേഷൻ എടുത്തു കഴിഞ്ഞാൽ 360 മൈനസ് 11 m എന്ന് എനിക്ക് ചുമ്മാ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 360 അവിടെ കിടന്നോട്ടെ, ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പോൾ മൈനസ് 120, ഈ മൈനസിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആവും. 360 മൈനസ് 120 എന്ന് പറയുന്നത് 240 ആണ്. അങ്ങനെയാണെങ്കിൽ m ഈസ് ഈക്വൽ ടു ഇത്രയും 240/11 എന്ന് കിട്ടും. 240/11 എന്ന് വെച്ചാൽ 240/11 എന്ന് വെച്ചാൽ 21.818, അപ്രോക്സിമേറ്റ്ലി ഞാൻ 22 എന്നിപ്പോൾ പറയുകയാണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ കേസ്. ഓക്കെ, ഇതൊന്നാമത്തെ കേസ്. ഇനി ഇപ്പം ഞാൻ പറഞ്ഞു മോഡുലസിൻ്റെ അകത്തെ ഒരാളെ കണ്ടുപിടിക്കുകയാണ്. കേസ് 2 കൂടെ നോക്കണം. കേസ് 2 എന്ന് പറയുമ്പോൾ മോഡുലസിൻ്റെ അകത്തെ കേസ് 2 എന്ന് പറയുമ്പോൾ 60 ഈസ് ഈക്വൽ ടു ഹാഫ് ടൈംസ് ഓഫ് 360. 360 എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? 6 എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി. 6 അവർ വിട്ടാണ് ഇവർ കളിക്കുന്നില്ല, 6 അവർ തന്നെയാണ് കറക്റ്റ്. അങ്ങനെ 120 ഈസ് ഈക്വൽ ടു ഈ എക്സ് മൊത്തത്തിൽ പോസിറ്റീവ് ആവുന്നത് കൺസിഡർ ചെയ്തു. ഇനി എക്സ് മൊത്തത്തിൽ നെഗറ്റീവ് ആണെന്ന് ഞാൻ പറയുക. അപ്പം നെഗറ്റീവ് ഓഫ് 360 മൈനസ് 11 m എന്ന് വരും. അപ്പോൾ ഇത് അകത്തേക്ക് കൊടുക്കണം. മൈനസ് 360 മൈനസും പ്ലസ് 11 m എന്നായി. അങ്ങനെയാണെങ്കിൽ 120 ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 360 എന്നായി. കാരണം ഈ നെഗറ്റീവ് അപ്പുറത്ത് നെഗറ്റീവ് ആയല്ലോ. മൈനസ് 11 m അങ്ങനെ തന്നെ നിർത്തുക. അപ്പോൾ ഇത് 480 ആണ്. m എന്ന് പറയുന്നത് 480/11. 480/11 എന്ന് പറയുന്നത് ആക്ച്വലി 43.63, ഏകദേശം റൗണ്ട് ചെയ്ത് 44 മിനിറ്റ്. അപ്പോൾ എനിക്ക് 1 മിനിറ്റ് 22 1 മിനിറ്റ് 44 അതായത് ഇത് എക്സ് പോസിറ്റീവ് ആയപ്പോഴും ഇത് എക്സ് നെഗറ്റീവ് ആയപ്പോഴും ഇത്രയാണ് കിട്ടിയത്. ഇനി ഞാൻ ഓപ്ഷനിലേക്ക് പോവാണ്. ഓപ്ഷനിൽ 44, അതായത് എനിക്ക് ഒന്ന് 43.63 എന്ന് വെച്ചാൽ 44 ഒന്ന് കിട്ടിയത്, ഒന്ന് 22 45 ഉള്ളൂ. അതല്ല 38 ഇതുമല്ല, കറക്റ്റ് എനിക്ക് 22 കിട്ടും. അപ്പോൾ ഇതാണ് ആൻസർ. മനസ്സിലായോ? ഇനി
കേസ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കിക്കോട്ടോ, ഇതാണ് സൊല്യൂഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം എൻ്റെ മക്കൾ ഓർക്കണം, മോഡുലസിൻ്റെ അകത്ത് കയറി നമ്മൾ എന്തെങ്കിലും കളിക്കുകയാണെങ്കിൽ യു ഹാവ് ടു കൺസിഡർ 2 കേസസ് എന്ന് മാത്രമേ ഉള്ളൂ അവിടെ പ്രശ്നം. ഇനി ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുകയാണ്, ഹൗ മെനി ടൈംസ് ഡു ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ഫോം 90 ഡിഗ്രി ആംഗിൾ ഇൻ 8 hours. അതായത് ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താ, ഞാൻ വായിക്കാം. ഹൗ മെനി ടൈംസ് ഡു ദ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ഫോം 90 ഡിഗ്രി ആംഗിൾ ഇൻ 8 hours. അതായത് എന്താണ് പറയുക, അവർ ഹാൻഡ് 90 ഡിഗ്രി ആംഗിൾ കാണിക്കുന്നത് 8 മണിക്കൂറിൽ എപ്പോഴാണ് 90 ഡിഗ്രി ആംഗിൾ കാണിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ പറഞ്ഞത് 24 മണിക്കൂറാകുമ്പോൾ 90 ഡിഗ്രി കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു, 44. അങ്ങനെയാണെങ്കിൽ 12 ഡ്യൂറേഷനിലാവുമ്പോൾ അത് കാണിക്കുന്നത് 22. ഇവിടെ വേറൊരു ഇതാ ചോദിക്കുന്നത്, 8 അവർ. അതിനൊരു ജനറൽ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് 12 അല്ല 24 അല്ല, 12, 24 ഓൾറെഡി നമ്മൾ ബൈ ഹാർട്ട് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഏത് അവറിൽ കോയിൻസൈഡ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ 0 ഡിഗ്രി കാണിക്കുന്ന എത്ര തവണ, 180 കാണിക്കുന്ന എത്ര തവണ, 90 കാണിക്കുന്ന എത്ര തവണ എന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ ഒരു ജനറൽ ഇക്വേഷനേ ഉള്ളൂ. ദാറ്റ് ഈസ്, അതായത് 12 അവറിൽ അത് എത്ര കാണിക്കും ബൈ 12 ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ചോദിച്ചേക്കുന്ന ടൈം. ഇപ്പം 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി എന്ന് വെച്ചാൽ 12 അവർ, 24 അവറിൽ 44 തവണ ക്ലോക്കിൽ കറങ്ങി വരും, 12ൽ 22 തവണ വരും, ബൈ 12 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്, 8 മണിക്കൂറാണ് ചോദിച്ചിരിക്കുന്നത്, 8. അപ്പോൾ 22/12 ഇൻറ്റു 8 എന്ന് പറയുന്നത് 14.66 ആണ്. ഹോൾ നമ്പർ മാത്രം എടുക്കുക, അതായത് 14. ഇനി ഇത് 5 മണിക്കൂറാണെങ്കിൽ ഇൻറ്റു 5 ചെയ്യാം. ഇനിയും 0 ഡിഗ്രിയാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ 12 മണിക്കൂറിൽ 0 എത്ര കാണിക്കും? 12 മണിക്കൂറിൽ 0 ആകെ കാണിക്കുന്നത് 11 തവണയല്ലേ? 11 അല്ല, 11. അപ്പോൾ 11/12 ഇൻറ്റു എക്സ് ചെയ്താൽ മതി. അങ്ങനെ അതൊരു ജനറൽ ആയിട്ടുള്ള ഇക്വേഷനാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ക്ലോക്കിൻ്റെ പ്രോബ്ലം, ക്ലോക്ക് ആൻഡ് ടൈം. പിന്നെ എനിക്കൊന്ന് മിറർ റിഫ്ലക്ഷൻസ് അങ്ങനെ എന്തോ ഒരു ടൈപ്പും കൂടി ഉണ്ട്. അത് കുറച്ചും കൂടെ സിമ്പിളാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ അതും പിന്നെ കലണ്ടറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ക്ലിയർ ഫോർ യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ജസ്റ്റ് അന്ന് ചോദിക്കുക. ആൻഡ് ഓൾസോ ഹോംവർക്ക് ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, എന്തൊക്കെയാണ് വന്നേക്കണത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻസും. ഓക്കെ, പിന്നെ 65 5/11 ആ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. വെൻ കോയിൻസൈഡ് ചെയ്യുമ്പോൾ ക്ലോക്കിൽ ഓരോ കാര്യങ്ങളും കോയിൻസൈഡ് ചെയ്യുന്നത് ഇത്ര ഓരോ അവറിൽ ഇത്ര കൂടി വരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.